കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ പ്രസിഡന്റുമാർ നയിക്കുന്ന ജനസംരക്ഷണ യാത്ര ഫെബ്രുവരി 18-19 തീയതികളിൽ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നും കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയുമാണ് ജനസംരക്ഷണ യാത്ര സംഘടിപ്പിക്കുന്നത്. MP ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള പ്രമുഖ നേതാക്കൾ യാത്രയിൽ പങ്കെടുക്കും. വന്യമൃഗശല്യത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടും കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയും ഫെബ്രുവരി 18-19 തീയതികളിലാണ് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും നഗരസഭയിലും ജനസംരക്ഷണ യാത്ര സംഘടിപ്പിക്കുന്നത്. കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ പ്രസിഡന്റുമാരായ ഷമീർ പനിക്കൽ, ബാബു ഏലിയാസ് എന്നിവർ നയിക്കുന്ന ജനസംരക്ഷണ യാത്ര 18-ന് കോട്ടപ്പടിയിൽ നിന്ന് ആരംഭിച്ച് ചെറുവട്ടൂരും 19-ന് കുട്ടമ്പുഴയിൽ നിന്ന് ആരംഭിച്ച് അടിവാടും സമാപിക്കും. 2 ദിവസങ്ങളിലായി നേതാക്കളായ MP ഡീൻ കുര്യാക്കോസ്, MLA-മാരായ റോജി എം ജോൺ, മാത്യു കുഴൽനാടൻ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ പങ്കെടുക്കുമെന്ന് ഷമീർ പനിക്കൽ, ബാബു ഏലിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലെ 18-19 2 ദിവസങ്ങളിലായി ജനസംരക്ഷണ യാത്ര എന്ന ഒരു വലിയ ബഹുജന യാത്രയ്ക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുകയാണ്. ഈ യാത്രയിൽ ജനസംരക്ഷണ യാത്രയിലൂടെ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ, മനുഷ്യരുടെ ജീവനും അതുപോലെ തന്നെ അവരുടെ ജീവിത ഉപാധികളുമൊക്കെ ദൈനംദിനം നഷ്ടപ്പെടുമ്പോഴും നിസ്സംഗമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ഒരു ഇടതുപക്ഷ MLA, പ്രത്യേകിച്ചും CPM-ൻ്റെ ഒരു MLA ഉള്ള പ്രദേശമാണ് കോതമംഗലം. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് ഈ വനാതിർത്തിയുമായി ചേർന്ന് കിടക്കുന്ന 5 പഞ്ചായത്തുകളിലെ ഏകദേശം 80,000-ഓളം വരുന്ന ആളുകളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് ഈ വന്യമൃഗശല്യം. ടൗൺ ഹാളൊക്കെ 9 വർഷമായി ഇത് ഇപ്പം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇതുവരെ ഈ നാൾ വരെ അതിലേക്ക് ഒരു രൂപ പോലും മുടക്കാൻ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാൻ MLA-ക്കോ കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് ആസന്നമായി വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നോട്ടീസ് അടിക്കുകയും പത്രസമ്മേളനം നടത്തുകയും എന്നൊരു ബാധ്യത മാത്രമാണ് നിലവിൽ MLA-ക്കും ഭരണകക്ഷിയുടെ പാർട്ടികൾക്കും ഉള്ളത്. അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് ഷമീറിന്റെ എൻ്റെ നേതൃത്വത്തിൽ ഒരു ജീപ്പ് യാത്ര ആരംഭിക്കുന്നതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് മാത്രം. ചേലാട് സ്റ്റേഡിയത്തിനെ കുറിച്ച് പറഞ്ഞാൽ ആ സ്റ്റേഡിയത്തിന് എന്നും പറയും, ആ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ഒരു പുല്ല് വരെ പറിച്ചു കളയാനുള്ള ഒരു 9 വർഷമായിട്ട് സാധിച്ചിട്ടില്ല. ഇത്രയും കായിക രംഗത്ത് ഇത്രയും മാത്രം മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന കോതമംഗലത്തിന് ഒരു ഗ്രൗണ്ട് അനുവദിച്ചിട്ട് പോലും കുള്ളാഞ്ചേട്ടൻ അനുവദിച്ച പദ്ധതികൾ പൂർത്തീകരിക്കാൻ പോലും MLA-ക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ MLA ഈ കാര്യത്തിൻ്റെ അകത്ത് ജനങ്ങളോട് മറുപടി പറഞ്ഞേ പറ്റൂ, സമാധാനം പറഞ്ഞേ പറ്റൂ. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്